രാജപ്രീതിക്കായി ഇപ്പോൾ നെട്ടോട്ടം ഓടുക നമ്മുടെ സഖാക്കന്മാരെ. ആ കപ്പൽ ആടി ഉലകിയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുക്കുകയാണ് സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ നവകേരളത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും. ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും. ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും സാർ. പൊളിച്ചു. അല്ല മേഡം, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പത്രപ്രവർത്തന കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഈ ആദർശ വ്യക്തിത്വമൊക്കെ ഇപ്പം എങ്ങിട്ടാ പോയേ? അല്ല, അതിനൊക്കെ ഇപ്പോൾ ഒരു ഇടങ്ങാറ് പോലെ മന്ത്രിയായതിനു ശേഷം അത് അക്കാലത്ത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനൊക്കെ എതിരായി ഘോരം സംസാരിച്ച് പോരാടിയ ആളായിരുന്നില്ലേ നിങ്ങള്? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? പിണറായി സംസർഗമാണോ? അല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ പണ്ടുള്ള ഒരു പാടി നിർത്തിയിരിക്കണത്. മാഡം പറഞ്ഞ ആ കപ്പല് മൊത്തത്തിൽ ആടി ഒലയുകയാണല്ലോ മേഡം. ആ കപ്പൽ തകർന്ന്, മനസ്സിലായില്ലല്ലേ? നമ്മളെ മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെ കപ്പലേ. ഞാനത് മറന്ന്. ഇപ്പോഴത്തെ സഖാക്കന്മാർക്ക് എന്ത് മാർക്സ് വന്നു, എന്ത് കമ്മ്യൂണിസം വന്നു. പഴയ മൂത്ത നേതാക്കന്മാർക്ക് പോലും അതിപ്പോൾ ഇല്ല. പിന്നെ ആ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അന്ന് മാർക്സും ലെനിനും ഈ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയത് മാർക്സിയൻ പ്രത്യയശാസ്ത്രങ്ങളിലാണെങ്കിൽ ഇന്ന് പിണറായി പ്രത്യയശാസ്ത്രമായി പാർട്ടി ചുരുങ്ങിപ്പോയി എന്ന് ജനസംസാരം. മുൻപൊക്കെ പാർട്ടി സംസ്ഥാന ഘടകങ്ങളെ നിയന്ത്രിക്കാൻ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പോളിറ്റ് ബ്യൂറോ പിണറായി സത്തിലേക്ക് മാറിക്കഴിഞ്ഞു. തിരുവായ്ക്ക് എതിർവായില്ലാത്ത പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പിണറായി പൂജയിൽ ഭ്രമിച്ചിരിക്കുക. ഇപ്പം